weary of earth, I'm laden with my sin. I look at heaven, I long to enter in, but there no evil thing may find a home. And yet I hear a voice that bids me come. So while I am half there, I hope to stand in the pure glory of that holy light, before the whiteness of that throne appear. Yet there are hands stretched out to draw me near. There thou will answer for me, righteous Lord. Thine all the merit, mine the great reward. Thine the sharp thorns, and mine the golden crown. Mine the life worn, and thine the life laid down. Warm greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. I have fought the good fight. I have finished the race. I have kept the faith. Finally, there is laid up for me the crown of righteousness, which the Lord, the righteous judge, will give to me on that day. And not to me only, but also to all who have loved his appearing. 2 Timothy chapter 4 verses 7 and 8. Dear sisters and brothers in Christ, മുതിർന്ന പൗരന്മാരെ ഓർക്കുന്ന ദിവസമാണല്ലോ ഈ ഞായറാഴ്ച. തലമുറകളുടെ മാതൃകയായിരിക്കുന്ന മുതിർന്ന പൗരന്മാർ. പ്രായമായവരുടെ സാമീപ്യം എത്രമാത്രം നാം ആഗ്രഹിക്കണം. പ്രായമായവരുടെ മനസ്സിനെ എത്രമാത്രം നാം തണുപ്പിക്കണം. അവരുടെ അടുക്കൽ ചെല്ലുകയും അവരിൽ നിന്ന് കേൾക്കുകയും ദീർഘവർഷങ്ങളിലെ അവരുടെ അനുഭവ സമ്പത്ത് എന്താണെന്ന് നാം പഠിക്കുകയും അവരോടൊപ്പം സമയം ചിലവിട്ട് അവരെ സന്തോഷിപ്പിക്കുവാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. അതാണ് വിശുദ്ധ സഭ ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രായമായവരെ നാം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ ഊന്നിപ്പറയുന്നു. ഇന്നത്തെ നമ്മുടെ വചനപാഠങ്ങളെല്ലാം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് ജെനസിസ്
chapter 48 verses 1 through 22. പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷ ഭാഗമായ സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 verses 25 to 38. ലേഖനങ്ങളായ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 verses 12 to 18 and 2 Timothy chapter 4 verses 1 to 8. നമുക്ക് ആദ്യമായി പഠിക്കാം 147 ദീർഘവർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു പിതാവിനെ പറ്റി. അത് മറ്റാരുമല്ല, ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ യാക്കോബ്. ഈ യാക്കോബിൻ്റെ പേരാണ് ദൈവം ഇസ്രായേൽ എന്ന് മാറ്റിയിട്ടത്. വൃദ്ധനായ യാക്കോബിനെ കാണുവാൻ തൻ്റെ മകനായ ജോസഫ് തൻ്റെ 2 മക്കളെയും കൂട്ടി പുറപ്പെടുന്ന കാര്യമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അനന്തരം ജോസഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രയീം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ച് എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ജോസഫിനോട് പിതാവ് പറയുകയാണ്, പണ്ട് ദൈവം എന്താണ് തന്നോട് വാഗ്ദത്തം ചെയ്തത്, എന്താണ് തന്നോട് സംസാരിച്ചത് എന്ന്. ഈ മകൻ പിതാവിനെ കാണുവാൻ അവിടെ ചെന്നതുകൊണ്ടല്ലേ പിതാവിനിത് പറയുവാൻ സാധിച്ചത്. അതുകൊണ്ടല്ലേ തൻ്റെ മകനായ ജോസഫിന് ഇത് കേൾക്കുവാൻ സാധിച്ചത്. ആ ഒരു അവസരം അത് വിനിയോഗിച്ചതുകൊണ്ടാണ് സർവശക്തിയുള്ള ദൈവം എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നോട് പറഞ്ഞിരുന്നത് എന്ന് ഈ മകന് അറിയുവാൻ കഴിഞ്ഞത്. വേഴ്സ് 5. ഈജിപ്തിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ. ഇവിടെ എങ്ങനെയാണ് ജോസഫ് ഈജിപ്തിൽ വന്നു പെട്ടത് എന്ന് നമുക്കറിയാം. ഒന്നുമില്ലാത്തവനായി ഈജിപ്തിൽ വന്നുപെട്ട ഈ ജോസഫിനെ ദൈവം ആരാക്കി മാറ്റി. കാലാന്തരത്തിൽ അവൻ എവിടെയാണ് എത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം. അവൻ ഈജിപ്തിലെ രാജാവായ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ. സങ്കീർത്തന ഭാഗം പറയുന്നത് പോലെ, അതായത് 105-ാം സങ്കീർത്തനം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജോസഫിൻ്റെ പദവിയെപ്പറ്റി നമുക്കറിയാം. ഈജിപ്തിലെ രാജാവായ ഫറവോൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ജോസഫ് ഇതായിരിക്കുന്നു. ഫറവോൻ്റെ ഭവനത്തിന് കർത്താവായി ഇതാ ഫറവോൻ അവനെ നിയമിച്ചിരിക്കുന്നു. തൻ്റെ സർവസമ്പത്തിനും അധിപതിയായി ജോസഫിനെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ജോസഫാണ് തൻ്റെ പിതാവിനെ കാണുവാൻ ചെല്ലുന്നത്. ഈജിപ്തിൽ താൻ ഈ പദവിയിലായിരിക്കുമ്പോൾ ഇസ്രായേൽ നാട്ടിലുള്ള തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും എല്ലാം ഈജിപ്തിൽ വരുത്തി അവിടെ താമസിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ജോസഫ് കൊട്ടാരത്തിലായിരുന്നു. അപ്പോൾ അറിവ് കിട്ടി തൻ്റെ പിതാവ് വൃദ്ധനായിരിക്കുന്നു, മരിക്കാറായിരിക്കുന്നു. അപ്പോൾ പിതാവിനെ കാണുവാൻ ജോസഫ് തൻ്റെ പുത്രന്മാരുമൊത്ത് പോകുകയാണ്. അപ്പോഴാണ്
ഈ യാക്കോബ് പറയുന്നത്, ഈ ഈജിപ്തിൽ വെച്ച് നിനക്ക് ജനിച്ച ഈ 2 പുത്രന്മാർ എനിക്കുള്ളവരായിരിക്കട്ടെ, രൂബേനും ശിമെയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. അതായത് യാക്കോബ് ആഗ്രഹിക്കുകയാണ് ഈ ജോസഫിൻ്റെ 2 പുത്രന്മാർക്കും തനിക്കുള്ള അവകാശം പങ്കിട്ട് കൊടുക്കുവാൻ. അവരെ അത്രമാത്രം സ്നേഹിക്കുകയാണ്. അവരെൻ്റേതാണ്, എൻ്റെ അവകാശം എൻ്റെ മൂത്ത മക്കൾക്ക് ഞാൻ കൊടുത്തതുപോലെ, രൂബേനും ശിമെയോനും ഒക്കെ കൊടുത്തതുപോലെ ഞാൻ അവർക്കും കൊടുക്കുകയാണ് എന്ന് ജോസഫിനോട് പറയുന്നു. വീണ്ടും യാക്കോബ് പറയുന്നു, വേഴ്സ് 7, ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിലെത്തുവാൻ അല്പം മാത്രം ദൂരമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. അതായത് യാക്കോബിൻ്റെ ഭാര്യ ജോസഫിൻ്റെ അമ്മ മരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ അവളെ അവിടെ ബെത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. ഇക്കാര്യം ഒരുപക്ഷെ ജോസഫിന് അറിവില്ലാതിരുന്നിരിക്കണം. ജോസഫ് പിതാവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടല്ലേ ഇക്കാര്യം അറിയുവാൻ കഴിഞ്ഞത്. ഇന്നും തങ്ങളുടെ മാതാപിതാക്കൾ എവിടെയാണെന്നോ തങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എവിടെയാണെന്നോ അറിയാത്തവരുണ്ട്. അവർ എവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത്, അവരുടെ കല്ലറ എവിടെയാണ് എന്ന് അറിയുവാൻ കൂട്ടാക്കാതെയോ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ അറിവില്ലാതിരിക്കുന്ന ഒരു ജനത്തിന് ഇതൊരു പാഠമാണ്. തൻ്റെ പിതാവിനെ കാണുവാൻ ഈ ജോസഫ് ചെന്നതുകൊണ്ടല്ലേ ഇക്കാര്യം ഗ്രഹിക്കുവാൻ പറ്റിയത്. ഈ പിതാവ് നിൻ്റെ അമ്മയെ എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് പുത്രനോട് പറയുകയും ചെയ്തു. അതിനുള്ള അവസരമാണ് ഇവിടെ ലഭിച്ചത്. അത് നാം വളരെയധികം ശ്രദ്ധിക്കണം. വൃദ്ധനായ പിതാവുമായുള്ള ആ കൂടിക്കാഴ്ചയാണ് അതിന് അവസരമൊരുക്കിയത്. കാരണം ഇവർ 2 പേരും 2 ദേശത്താണ്, 2 രാജ്യങ്ങളിലാണ്. എന്താണ് ഈ വർഷകാലങ്ങളിൽ സംഭവിച്ചത് എന്ന് അറിയില്ല. അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ആ വേഴ്സ് ഒന്നുകൂടെ വായിക്കാം. ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബെത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. തുടർന്ന് വായിക്കാം വേഴ്സ് 8. ഇസ്രയേൽ എന്ന യാക്കോബ് ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് ജോസഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. കൊച്ചുമക്കളെ കണ്ടപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ഇത്രമാത്രം ആഹ്ലാദിക്കുകയാണ്. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. വല്യപ്പച്ചൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ തക്കവണ്ണം ആ കുഞ്ഞുങ്ങൾക്ക് ഇടയായി. നമ്മിൽ എത്ര പേർ നമ്മുടെ മക്കളെ ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ തക്കവണ്ണം അവരുടെ അടുക്കൽ കൊണ്ടു ചെല്ലുന്നുണ്ട്. അവരോട് വർത്തമാനം പറയുവാൻ, അവരുടെ അടുക്കൽ സമയം ചെലവഴിക്കുവാൻ എത്ര പേർ മെനക്കെടുന്നുണ്ട്. നാം അത് ശ്രദ്ധിക്കണം. വേഴ്സ് 10. എന്നാൽ യാക്കോബിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണുവാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു.
വൃദ്ധനായ യാക്കോബ് കണ്ണു കാണുവാൻ വയ്യാത്തവനായി ഇരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. യാക്കോബ് ജോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ഈ യാക്കോബിൻ്റെ അടുത്ത് നിന്നാണ് തൻ്റെ മറ്റു പുത്രന്മാരിൽ ചിലർ ഈ ജോസഫിനെ വിളിച്ചു കൊണ്ടുപോയി പൊട്ടക്കണക്കിൽ പണ്ട് ഇട്ടതും അവിടെ നിന്ന് പൊക്കിയെടുത്ത് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റതും അവിടെ നിന്ന് ഈജിപ്തിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വരുവാൻ അവിടം വരെ എത്തുവാനിടയാക്കിയതും. അതുകൊണ്ട് ഈ യാക്കോബ് ഈ സംഭവ നിമിത്തം വളരെയധികം വിഷമിച്ചിരുന്നു. നീ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കരുതേ എന്ന് ദൈവത്തോട് അവൻ പറഞ്ഞിരുന്നു, അവൻ പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെയൊരു ദുഃഖമാണോ എനിക്ക് കിട്ടിയത്? ഒരിക്കലും ഈ ജോസഫിനെ കാണുമെന്നോ അവൻ്റെ മക്കളെ കാണുമെന്നോ ഈ യാക്കോബ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ ദൈവം അതിന് ഇടവരുത്തി. വെറുതെ കാണുമായിരുന്നില്ല. ഫറവോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കുന്ന ജോസഫിനെയാണ് തൻ്റെ പിതാവിന് കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഈ പിതാവിൻ്റെ മനസ്സിലെ ആ വലിയ ദുഃഖഭാരം ഇവിടെ ഇറക്കി വയ്ക്കുകയാണ് പുത്രൻ്റെ അടുക്കൽ. വേഴ്സ് 11, യാക്കോബ് ജോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. ആ ഹൃദയങ്ങളുടെ ആ കൈമാറ്റം, ആ ഇമോഷൻസ് എത്രമാത്രമാണ് എന്ന് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ആ കൂടിക്കാഴ്ച. വേഴ്സ് 12, ജോസഫ് സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ജോസഫ് എഫ്രേമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് യാക്കോബിൻ്റെ ഇടങ്കൈക്ക് നേരെയും മനശ്ശയെ ഇടങ്കൈ കൊണ്ട് പിടിച്ച് യാക്കോബിൻ്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. യാക്കോബ് വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. ജോസഫ് മൂത്ത പുത്രനെ തൻ്റെ പിതാവിൻ്റെ വലങ്കൈക്ക് നേരെ ആകുവാൻ തക്കവണ്ണം നിർത്തി. കാരണം ഒരു ഭവനത്തിലെ മൂത്ത പുത്രന്മാർക്ക് വലിയ പദവിയാണുള്ളത്. അക്കാലത്ത് അങ്ങനെയായിരുന്നു. ആ രീതിയിൽ കൂടുതൽ അനുഗ്രഹം മൂത്ത പുത്രനാണ് ലഭിക്കേണ്ടത് എന്നുള്ള ധാരണയിലായിരിക്കണം മൂത്ത പുത്രനെ വലങ്കൈ കൊണ്ട് അനുഗ്രഹിക്കത്തക്കവണ്ണം ഈ മനശ്ശയെ യാക്കോബിൻ്റെ വലങ്കൈക്ക് നേരെ നിർത്തി. പക്ഷേ യാക്കോബ് എന്താണ് ചെയ്തത്? കൈകൾ പിണച്ചു വെച്ചു. അതായത് വലത്ത് കൈ ഇളയ മകനായ എഫ്രൈമിൻ്റെ തലയിൽ വരത്തക്കവണ്ണം ഈ വല്യപ്പച്ചൻ കൈകൾ പിണച്ചു വെച്ചു, അനുഗ്രഹിച്ചു. പിന്നെ യാക്കോബ് ജോസഫിനെ അനുഗ്രഹിച്ചു. എന്താണ് യാക്കോബ് പറഞ്ഞത്? എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ.
അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തു വലിയ അനുഗ്രഹമാണ് കൊടുത്തത്. തൻ്റെ ദൈവത്തിൻ്റെ നാമം ചൊല്ലിയാണ് ഈ വല്യപ്പച്ചൻ ആ പേരക്കുട്ടികളെ അനുഗ്രഹിക്കുന്നത്. എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അതാ കൊച്ചുമക്കളും മകനുമെല്ലാം കേൾക്കുവാൻ തക്കവണ്ണം ആ പിതാവ് ശ്രദ്ധിച്ചു. വെറുതെ അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കുകയായിരുന്നില്ല. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ആ ദൈവത്തെയാണ് നിങ്ങളും ഭജിക്കേണ്ടത് എന്ന് ഒരു ആഹ്വാനമാണ് ഇവിടെയുള്ളത്. പിതാക്കന്മാരുടെ ദൈവം, നമ്മെ എത്രത്തോളം വഴി നടത്തിയ ആ ദൈവത്തെ നിങ്ങൾ വിട്ട് മാറുവാൻ പാടില്ല. ആ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ഞാൻ ജനിച്ച ആ നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ആ ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകുവാനാണ് ഈ പിതാവ് തൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിച്ചത്. മകനെയും യാക്കോബ് അനുഗ്രഹിച്ചു. അപ്പൻ വലങ്കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് ജോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനശ്ശെയുടെ തലയിൽ മാറ്റി വെപ്പാൻ പിടിച്ചു. ജോസഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലങ്കൈ വയ്ക്കണമെന്ന് പറഞ്ഞു. എന്നാൽ യാക്കോബ് സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ജോസഫ് തൻ്റെ പിതാവിൻ്റെ കൈ ഇങ്ങനെ പിണച്ച് വെച്ചത് ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഓർത്ത് കൈ മാറ്റി മൂത്ത മകനായ മനശ്ശെയുടെ തലയിൽ വലങ്കൈ വയ്ക്കുവാൻ തക്കവണ്ണം പിടിച്ചു. പക്ഷേ ജോസഫ് പറയുകയാണ്, അങ്ങനെ അല്ല മകനെ, എനിക്കറിയാം, എൻ്റെ കണ്ണ് മങ്ങിയെങ്കിലും എനിക്ക് കാണാം. ജേക്കബ് കുഡ് സീ ആസ് ഗോഡ് സീസ്. ദൈവം കാണുന്നത് പോലെ ആണ് ജേക്കബ് കണ്ടത്. കാരണം ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു പ്രവചനം പോലെയാണ് ഇക്കാര്യം സംഭവിച്ചത്. വരുവാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ദൈവവുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമാണ് അതിനിടയാക്കിയത്. എനിക്കറിയാം മകനെ, എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ഇളയവനായ ഈ എഫ്രൈം മൂത്തവനേക്കാൾ പ്രബലനായിത്തീരും. സമ്പൽ സമൃദ്ധി അവനുണ്ടാകും, പക്ഷേ മറ്റവനും വലിയൊരു ജനസമൂഹമാകും. അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. എന്നാൽ ഇളയവൻ മൂത്തവനേക്കാൾ പ്രബലനായിരിക്കും എന്നാണ് ഇവിടെ ഒരു പ്രവചനം പോലെ പറഞ്ഞു വെച്ചത്. ഇത് സത്യമായിരുന്നു. നാം ഓർക്കും, പ്രായമായവരെ പലരും അവഗണിക്കുകയാണ്. അവരിൽ എന്താണ് നിക്ഷിപ്തമായിരിക്കുന്നത്, ദൈവം എന്ത് അനുഗ്രഹമാണ് അവരിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഗ്രഹിക്കുവാനോ അത് ശ്രദ്ധിക്കുവാനോ മക്കളോ ചെറുമക്കളോ കൂട്ടാക്കുന്നില്ല. വലിയൊരു അനുഗ്രഹം ദൈവം അവരിൽ നിക്ഷിപ്തമാക്കി വച്ചിരിക്കുകയാണ്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നാം അപ്രോച്ച് ചെയ്യണം. നാം അവരെ ചെന്ന് കാണണം, അവരെ സമീപിക്കണം.
അവരെ സ്നേഹിക്കണം, അവരോട് സംസാരിക്കണം, അവരുടെ അടുത്ത് പോയിരുന്ന് അവരോട് ഇടപെടണം. നാം അങ്ങനെ ആഗ്രഹിച്ചാൽ ആ ഒരു അവസരത്തിൽ മാത്രമേ ഇക്കാര്യം നമുക്ക് പ്രാപിക്കുവാനും ഗ്രഹിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബ് വീണ്ടും പറയുകയാണ്, ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനശ്ശെയ്ക്ക് മുമ്പാക്കി. ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇസ്രായേലിൽ ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കും. അത് അങ്ങനെ ഒരു പറച്ചിലാകട്ടെ, ആയി തീരട്ടെ, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. അന്നേരം അന്ന് കൊടുത്ത അനുഗ്രഹം അത് തലമുറകളായി ഇസ്രായേലിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അവർ പരസ്പരം അനുഗ്രഹിക്കുമ്പോൾ അവർക്ക് പറയുവാൻ തക്കവണ്ണം ഇടയാകുവാനാണ് ഈ യാക്കോബ് പറഞ്ഞത്. അതാണ് യാക്കോബ് തന്നെത്താൻ പറയുകയാണ്, ദൈവം നിങ്ങളെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കുമായിരുന്നു. അതിന് ഇടയാക്കി. ഇനി വേഴ്സ് 21 നമുക്ക് നോക്കാം. യാക്കോബ് ജോസഫിനോട് പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. അടുത്ത പ്രൊഫസിയാണ്. ഇപ്പോൾ ഇവർ ഈജിപ്തിലാണ്. ദൈവം പണ്ട് വാഗ്ദത്തം ചെയ്ത കാര്യമാണ്, നിങ്ങളെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിങ്ങൾക്കൊരു രാജ്യം തരും, നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന്. എന്നാൽ കാലങ്ങളുടെ ആ വൈപരീത്യം, ആ പ്രശ്നങ്ങൾ എല്ലാം ഇവരെ പല സ്ഥാനങ്ങളിലാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ യാക്കോബ് ഈജിപ്തിലാണ്. തൻ്റെ മകനായ ജോസഫിനും മക്കളും ഒപ്പം യാക്കോബിൻ്റെ മറ്റു പുത്രന്മാരും ഇപ്പം ഇവരെല്ലാം പരദേശത്താണ്, ഈജിപ്തിലാണ്. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഈ യാക്കോബ് തൻ്റെ മകനോട് പറയുകയാണ്, നിങ്ങളെ ദൈവം ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും, ആ പാലും തേനുമൊഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകും. ജോസഫ് ഒരു പക്ഷേ ഇതൊന്നും ഓർത്ത് കാണില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒന്നുകൂടെ ഓർക്കുവാൻ തക്കവണ്ണം ഈ പിതാവിൻ്റെ വായിൽ നിന്നത് കേൾക്കുമ്പോൾ അത് സ്മരിക്കുവാൻ തക്കവണ്ണം ഈ ജോസഫിന് ഇടയായി. അത് തൻ്റെ പിതാവുമായുള്ള ആ കൂടിക്കാഴ്ചയാണ് സാധ്യമാക്കിയത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ യാക്കോബ് ചെയ്യുന്നതായി നമുക്ക് കാണാം. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. നിൻ്റെ സഹോദരന്മാർക്ക് ഞാൻ കൊടുത്തതിൽ കൂടുതൽ നിനക്ക് ഞാൻ തരികയാണ്. ഞാൻ വേറൊരു പ്രോപ്പർട്ടി കൂടെ നിനക്ക് തരികയാണ് എന്ന് ഇവിടെ പറയുന്നു. And I have given the choice land of Shechem to you instead of to your brothers, as your portion of that land which I took from the Amorites with my sword and with my bow. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം സാധ്യമായത് വൃദ്ധനായ തൻ്റെ പിതാവിനെ കാണുവാൻ തൻ്റെ മക്കളുമൊത്ത് ജോസഫ് പോയത് കൊണ്ടാണ് സാധ്യമായത്. ഈ ഞായറാഴ്ച മുതിർന്ന പൗരന്മാരെ പറ്റി നാം ഓർക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവരെ എത്രമാത്രം നാം കരുതണം, അവരുടെ സാമീപ്യം എത്രമാത്രം നാം ആഗ്രഹിക്കണം, അവർ നമ്മുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മെയും നമ്മുടെ കൊച്ചു മക്കളെയും എല്ലാം കാണുവാൻ
അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് തരുവാൻ എത്രമാത്രം കാര്യങ്ങൾ അവർ കരുതി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അനുഗ്രഹമായിട്ടും പ്രോപ്പർട്ടി ആയിട്ടും എല്ലാം തരുവാൻ അവർ വെച്ചിരിക്കുകയാണ്. നാം അവരുടെ അടുക്കൽ ചെന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. അവരെ നാം കരുതണം. എത്രമാത്രം ഹൃദയഭേദകമായ, അല്ലെങ്കിൽ ഹൃദയത്തിന് സന്തോഷം തരുന്നതുമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്, ആ കൂടിക്കാഴ്ച. അടുത്തതായി വളരെ അധികം പ്രായം ചെന്ന മറ്റ് 2 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. സിമിയൺ ആൻഡ് അന്ന. ഇവർ 2 പേരും യഹൂദന്മാരായിരുന്നു. ഒരു വീണ്ടെടുപ്പുകാരനായി, ഒരു മശിഹായ്ക്കായി കാത്തിരുന്നവരായിരുന്നു ഇവർ. റോമൻ ആധിപത്യത്തിൽ നിന്നും ഇസ്രായേൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ജനത്തെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ഒരു മശിഹാ വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നവരിൽ അഗ്രഗണ്യരായിരുന്നു ഈ 2 പേരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ ശിമയോനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഈ മശിഹായെ കാണുന്നത് വരെ നീ മരിക്കയില്ല എന്ന്. അതുപോലെ ജെറുസലേം ദേവാലയത്തിൽ വളരെയധികം പ്രാർത്ഥനയോടും ഉപവാസത്തോടും തൻ്റെ അടുക്കൽ വരുന്നവരോടെല്ലാം ഈ മശിഹായുടെ ആ പ്രതീക്ഷ അവർ ഉണർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് കൊടുത്തുകൊണ്ട് അവിടെ ആയിരുന്ന 100 വയസ്സിലധികം പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ അന്ന. അവർ 2 പേരും ഒരിക്കൽ മശിഹായെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് അടുത്ത വേദഭാഗമായ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നത്. യേശുകുഞ്ഞ് ജനിച്ചതിൻ്റെ 40-ാം ദിവസം ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം നിവർത്തിക്കുവാനായി കന്യകമറിയാമും ജോസഫും കൂടെ യേശുകുഞ്ഞിനെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഈ ശിമയോനും ഹന്നായും തങ്ങൾ കാത്തിരുന്ന ആ മശിഹായെ കണ്ടുമുട്ടുന്നു. എന്താണ് ഈ യേശുകുഞ്ഞിനെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞത്? എന്താണ് അവർ ആത്മാവിൽ പ്രവചിച്ചത്? അത് നമുക്ക് വായിക്കാം. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 verses 25 to 38. That day a man named Simeon, a Jerusalem resident, was in the temple. He was a good man, very devout, filled with the Holy Spirit, and constantly expecting the Messiah to come soon. For the Holy Spirit had revealed to him that he would not die until he had seen him, God's anointed king. നീ പ്രതീക്ഷിച്ചിരുന്ന ഈ മശിഹായെ കാണാതെ നീ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞിരുന്നു. The Holy Spirit had impelled him to go to the temple that day, and so when Mary and Joseph arrived to present the baby Jesus to the Lord in obedience to the law, Simeon was there and took the child in his arms, praising God. ഈ യേശുകുഞ്ഞിനെ കന്യാമറിയാമിൻ്റെ കയ്യിൽ നിന്നും ശിമയോൻ വാങ്ങി ദൈവത്തെ സ്തുതിച്ചു. താൻ പ്രതീക്ഷിച്ചിരുന്നവനെ കണ്ടു. ആ സന്തോഷത്തോടെ ദൈവത്തിന് പുകഴ്ച കൊടുക്കുകയാണ്. Lord, he said, now I can die content, for I have seen him as you promised me I would. നീ എന്നോട് പ്രോമിസ് ചെയ്തതുപോലെ ഞാനിതാ ആ മശിഹായെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ നാഥ, അടിയനെ സമാധാനത്തോടെ മരിക്കുവാൻ അനുവദിക്കണമേ എന്നാണ് ശിമോൻ പറഞ്ഞത്. I have seen the Savior you have given to the world. He is the light that will shine upon the nations, and he will be the glory of your people Israel. എന്താണ് ഈ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്?
അവിടെ കൂടി നിന്ന ജനത്തിന് കേൾക്കത്തക്കവണ്ണം ഒരു പ്രൊക്ലമേഷനാണ് ഇവിടെ നടത്തുന്നത്. സർവജനത്തിനും രക്ഷകനായ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രകാശമായ മശിഹായാണ് ഇത് എന്ന് ശിമിയോൻ സാക്ഷിക്കുകയാണ്. ഞാൻ ആ വേഴ്സ് ഒന്നുകൂടെ വായിക്കാം. For I have seen him as you promised me I would. I have seen the Savior you have given to the world. He is the light that will shine upon the nations, and he will be the glory of your people Israel. യേശുവിനെ മനസ്സിലാക്കാതിരുന്നവരെ, അല്ലെങ്കിൽ മശിഹായെ തിരിച്ചറിയാതിരുന്നവർക്ക് ഇതാണ് യഥാർത്ഥ മശിഹ എന്ന് ശിമോൻ പറയുകയാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ജോസഫ് ആൻഡ് മേരി ജസ്റ്റ് stood there marveling at what was being said about Jesus. യേശുവിനെ പറ്റി പറയുന്നത് എന്താണ് എന്ന് ഓർത്തുകൊണ്ട് കന്യാമറിയാമും ജോസഫും അമ്പരന്നു. Simeon blessed them, but then said to Mary, a sword shall pierce your soul, for this child shall be rejected by many in Israel, and this to their undoing. But he will be the greatest joy of many others, and the deepest thoughts of many hearts shall be revealed. അത്രയും മാത്രമല്ല ശിമോൻ പറഞ്ഞത്, ഒരു വലിയ പ്രൊഫസി, അല്ലെങ്കിൽ കന്യാമറിയാമിനോട് പ്രവചിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും. A sword shall pierce your soul, for this child shall be rejected by many in Israel. പലരും ഈ മശിഹായെ തിരസ്കരിക്കും, റിജക്റ്റ് ചെയ്യും, കൈക്കൊള്ളുകയില്ല. അതായത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ആ കാര്യമാണ് ശിമയോൻ പ്രസ്താവിച്ചത്. അപ്പോഴാണ് അത്, ആ സംഭവങ്ങളെല്ലാം കന്യാമറിയാമിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു വാളായിരുന്നു. അതുപോലെയുള്ള ഒരു ദുഃഖമാണ് തൻ്റെ പ്രിയ മകനെക്കുറിച്ച് കന്യാമറിയാമിന് ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നത്, ബട്ട് ഹി വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് ജോയ് ഓഫ് മെനി അതേഴ്സ്, ആൻഡ് ദ ഡീപ്പസ്റ്റ് തോട്ട്സ് ഓഫ് മെനി ഹാർട്ട് ഷാൽ ബി റിവീൽഡ്. ഇവൻ ലോകത്തിൻ്റെ രക്ഷകനായതുകൊണ്ട് ഇതെല്ലാവർക്കും ആനന്ദദായകനായിരിക്കും. ഈ ഒരു വലിയ പ്രവചനമാണ് സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ നിറവേറിയത്. വൃദ്ധനായ ആ ശിമയോൻ, ആ വൃദ്ധൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു. അങ്ങനെ സാധിച്ചു കൊടുത്തപ്പോൾ ആ ദൈവത്തെപ്പറ്റി ജനത്തോട് പറയുകയാണ് ഇവൻ ആരാണ് എന്നുള്ളത്. ഇനി ഹന്നായുടെ കാര്യം നോക്കാം. അന്ന, a prophetess, was also there in the temple that day. She was very old, for she had been a widow for 84 years, following 7 years of marriage. She never left the temple, but stayed there night and day, worshipping God by praying and often fasting. She came along just as Simeon was talking with Mary and Joseph, and she also began thanking God and telling everyone in Jerusalem who had been waiting the coming of the Savior that the Messiah had finally arrived. ഈ ഹന്ന മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത് പോലെ ഹന്നായും പ്രവചിക്കുകയാണ്. ഇതാ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള മശിഹ ഇതാ വന്നിരിക്കുന്നു. ഇതാണ് ആ മശിഹ. പ്രിയ സഹോദരങ്ങളെ, മുതിർന്നവരെ ഓർക്കുന്ന, അല്ലെങ്കിൽ പ്രായമായവരെ നാം സ്മരിക്കുന്ന ഈ ഞായറാഴ്ച ഈ രണ്ട് വ്യക്തികളും, ശിമയോനും ഹന്നായും, എങ്ങനെയാണ് അവരുടെ ജീവിതം വാർദ്ധക്യത്തിലും അന്വർത്ഥമാക്കിയത്? തങ്ങൾ വൃദ്ധരായിപ്പോയേ, തങ്ങൾക്കിനി ഒന്നും സാധിക്കില്ലേ എന്ന് പറഞ്ഞ്
വീടുകളിലായിരിക്കുകയല്ല അവർ ചെയ്തത്. അവർക്കുണ്ടായിരുന്ന ആ ദൈവപ്രതീക്ഷ, മെശിഹ വരുമെന്നുള്ള പ്രതീക്ഷ അവർ ഉള്ളിൽ വളർത്തിക്കൊണ്ട് ആ പ്രതീക്ഷയോടെ തങ്ങളുടെ അടുക്കൽ വരുന്നവരോടെല്ലാം ഈ പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു. വൃദ്ധജനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഇനി നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവർ പ്രതീക്ഷിച്ച ആ മെശിഹ വന്നു കഴിഞ്ഞു. ആ മെശിഹായ യേശുക്രിസ്തുവിനെ നാം എല്ലാം സ്വീകരിച്ചും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു വീണ്ടെടുപ്പ് വരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിനായി നാം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വൃദ്ധരായിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മിൽ വൃദ്ധരായവർ, നമ്മുടെ കടമ എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഇനി നാം നോക്കി പാർക്കുന്നത്. ആ ഒരു അവസരത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലേക്ക് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ പ്രതീക്ഷ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ ഹന്നായെയും ശിമയോനെയും പോലെ നമുക്കും പങ്കുവെക്കാം. നാം അത് ചെയ്യണം. നമ്മുടെ വാർദ്ധക്യം നാം അതിനുവേണ്ടി ഉപയോഗിക്കണം. വൃദ്ധന്മാർക്ക് എന്ത് ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ എന്ത് കർത്തവ്യമാണ്, എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ എപ്പോഴും ഉണർവോടെ ഇരുന്ന് ആ പ്രതീക്ഷ കൈവിടാതെ, പ്രതീക്ഷ ഒട്ടും കൈവിടാതെ കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് അത് പറയുന്നവരായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ താൻ ഫിലിപ്പിയിൽ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ അടുത്ത വചനപാഠം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 12-18. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലിഹ റോമിലെ കാരാഗൃഹത്തിലായിരുന്നു. ആ ബന്ധന അവസ്ഥയിൽ ആയിരുന്നിട്ടും ആ ലേഖനത്തിൽ താൻ എഴുതിയിരിക്കുന്നത്, നിങ്ങളെല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്നാണ്. അതുകൊണ്ട് ഈ ലേഖനത്തെ എപ്പിസ്റ്റൽ ഓഫ് ജോയ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ലെറ്റർ എന്നാണ് പറയാറ്. താൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് 2-3 വർഷം മുമ്പ് മാത്രം എഴുതിയ ലേഖനമാണിത്. പൗലോസ് ലിഹായുടെ വിശ്വാസത്തിൻ്റെ ആ അടിസ്ഥാനം, ആ ആഴം എത്രമാത്രമാണെന്ന് ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഒരു സഭാസ്ഥാപകൻ തൻ്റെ സഭയിലെ ആൾക്കാരെ പറ്റി പ്രശംസിക്കുകയാണ്, താൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന്. കാരണം അവർ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുകയാണ്. കാരണം അവർ പ്രമാണിക്കുന്നത് ജീവൻ്റെ വചനമാണ്, വേർഡ് ഓഫ് ലൈഫ്. വീണ്ടും താൻ പറയുന്നു, എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, നിലനിർത്തുവാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്യും. എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും ഞാനത് ചെയ്യും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും.
നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. അറുപത്തിമൂന്ന് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പൗലോസ്ലീഹ പറയുന്നതാണിത്. പ്രായമായവരെ ഓർക്കുന്ന ഈ ദിവസത്തിൽ പൗലോസിൻ്റെ ഈ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അവസാന വചനപാഠം. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സസ് 1-8. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സും ഞാൻ എടുത്തിരിക്കുന്നത് ഈ വചനഭാഗത്തു നിന്നാണ്. അവിടെ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. എന്താണ് കിരീടം? കിരീടം എന്നത് ബഹുമാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതിഫലം കൊടുക്കുന്നതിൻ്റെയും പ്രതീകമാണ്. പണ്ട് റോമക്കാരും ഗ്രീക്കുകാരും ഒക്കെയും ഇങ്ങനെ പ്രതിഫലം കൊടുക്കുന്ന അല്ലെങ്കിൽ ബഹുമതി കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഇങ്ങനെ ഫ്രഷ് പൂക്കൾ കൊണ്ട് മടഞ്ഞുണ്ടാക്കുന്ന ഒരു കിരീടമണിയിക്കുമായിരുന്നു. അതിന് നമ്മൾ വാടാത്ത കിരീടം എന്നെല്ലാം പറയും. ഇനി എന്താണ് നീതിയുടെ കിരീടം? യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ ഭരമേൽപ്പിച്ചിരുന്ന ആ ജോലി വിശ്വസ്തയോടെ താൻ ചെയ്തു. അതുപോലെ യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ തനിക്ക് ലഭിച്ച നീതിയാണ്, തനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ആ പ്രതിഫലം, അതാണ് നീതിയുടെ കിരീടം. അത് തനിക്ക് ലഭിക്കും എന്നുള്ളതിൽ താൻ ഉറച്ചിരുന്നു. ആ ഒരു ഉറപ്പ് പൗലോസ്ലീഹയ്ക്കുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എപ്പോഴാണ് പൗലോസ്ലീഹ ഇത് പ്രാപിക്കുന്നത് എന്ന്. പൗലോസ്ലീഹ മാത്രമല്ല, സ്ലീഹ പറയുന്നത് എനിക്ക് മാത്രമല്ല ഈ കിരീടം കിട്ടുന്നത്, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും ഇത് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നും പൗലോസ്ലീഹ പറയുന്നു. And so I solemnly urge you before God and before Christ Jesus, who will someday judge the living and the dead when he appears to set up his kingdom. അതാണ് ആ സമയം. അന്നാണ് നമുക്ക് ജീവൻ്റെ കിരീടം ലഭിക്കുന്നത്, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം. അത് ലഭിക്കുവാൻ എന്ത് ചെയ്യണം എന്നാണ് തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നത്, നമ്മോടും. To preach the word of God urgently at all times, whenever you get the chance, in season and out, when it is convenient and when it is not. Correct and rebuke your people when they need it. Encourage them to do right, and all the time be feeding them patiently with God's word. ദൈവവചനം എല്ലായ്പ്പോഴും പങ്കുവയ്ക്കുക. ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, വെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഓർ വെൻ ഇറ്റ് ഈസ് നോട്ട്. എപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം, whenever you get the chance. Verse 3, for there is going to come a time when people won't listen to the truth, but will go around looking for teachers who will tell them just what they want to hear. എന്താണ് ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതാണ് അവർക്കിഷ്ടം. അവർക്ക് സത്യം കേൾക്കേണ്ട, തങ്ങൾക്കിഷ്ടമുള്ളത് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കും. അല്ല, സത്യത്തിന് ചെവി ചായ്ക്കുവാൻ അവർക്ക് മനസ്സില്ല. അങ്ങനെ ഒരു സമയം വരുന്നു എന്നാണ് ഇവിടെ സ്ലിഹ പറഞ്ഞിരിക്കുന്നത്. For there is going to come a time when people won't listen to the truth,
but will go around looking for teachers who will tell them just what they want to hear. They won't listen to what the Bible says, but will blindly follow their own misguided ideas. Verse 5. Stand steady and don't be afraid of suffering for the Lord. Bring others to Christ. Leave nothing undone that you ought to do. നിങ്ങളെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യമുണ്ട്. നിങ്ങളത് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളത് ചെയ്യണം. Leave nothing undone that you ought to do. Verse 6. I say this because I won't be around to help you very much longer. My time has almost run out. Very soon, now I will be on my way to heaven. Having fought long and hard for my Lord, and through it all I have kept true to Him. And now the time has come for me to stop fighting and rest. In heaven a crown is waiting for me, which the Lord, the righteous judge, will give me on that great day of His return. And not just to me, but to all those whose lives show that they are eagerly looking forward to His coming back again. പ്രിയ സഹോദരങ്ങളെ, വൃദ്ധജനങ്ങളെ അല്ലെങ്കിൽ പ്രായമായവരെ നാം അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഈ സൺഡേയിൽ എന്താണ് അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? നാം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് നാം ചെയ്തെടുക്കണം. കാരണം ഒരു ദിവസം വരുന്നു, അന്ന് ആ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ, ദൈവമേ നീ പരമേൽപ്പിച്ചിരുന്നത് ഞങ്ങൾ ചെയ്തു എന്നുള്ള ധൈര്യത്തോടെ ആ പ്രതിഫലം വാങ്ങുവാൻ, ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ തയ്യാറായി അവൻ്റെ പ്രത്യക്ഷതയിൽ നാം കാണപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ കാണുമോ? അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുമോ? May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.